പാനൂരിൽ അധ്യാപികയായ ആദിത്യ ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. കേസിൽ അറസ്റ്റിലായ ആൺ സുഹൃത്ത് ശരൺ ആദിത്യയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതിലുള്ള വൈരാഗ്യമാണ് നടു റോഡിലെ ഈ ആക്രമണത്തിന് പിന്നിൽ. ശാരീരികമായ ആക്രമണത്തിന് പുറമെ ആദിത്യയെ ബന്ധുക്കൾക്ക് മുന്നിൽ സ്വഭാവഹത്യ ചെയ്യാൻ ശരൺ ശ്രമിച്ചതുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ ഗസ്റ്റ് ലെക്ചറായിരുന്നു ആദിത്യ. 10 മാസം മുമ്പ് ശരൺ വിവാഹാലോചനയുമായി എത്തിയെങ്കിലും ആദിത്യയുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലാതിരുന്നതിനാൽ അത് നടന്നില്ല. പിന്നീട് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലാവുകയായിരുന്നു. എന്നാൽ ആദിത്യയുടെ മറ്റു ബന്ധങ്ങളെ ശരൺ നിരന്തരം സംശയിച്ചു തുടങ്ങിയതോടെ ആദിത്യ ഈ സൗഹൃദത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചു. ഇതിലുള്ള പ്രകോപനമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ 8-ാം തീയതി തലശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് ശരൺ ആദിത്യയെ മർദ്ദിച്ചത്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മർദ്ദനത്തിന് പുറമെ ആദിത്യയെ മോശക്കാരിയായി ചിത്രീകരിച്ചുകൊണ്ട് ശരൺ ബന്ധുക്കൾക്ക് സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. ഇതിൽ മനംനൊന്താണ് ആദിത്യ കടുത്ത തീരുമാനത്തിലേക്ക് പോയതെന്ന് കുടുംബം ആരോപിക്കുന്നു. മർദ്ദനമേറ്റ കാര്യം ചൂണ്ടിക്കാട്ടി ആദിത്യയുടെ അമ്മ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആദിത്യ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. അന്നു തന്നെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഒളിവിൽ പോയ ശരണിനെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ വീടിന് സമീപത്ത് വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. പ്രതി പിടിയിലായെങ്കിലും കേസിൽ ചില നിർണായക കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. തലശ്ശേരിയിൽ വെച്ച് മർദ്ദനമേറ്റ് കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ആദിത്യ ആത്മഹത്യാ ശ്രമം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ 7 ദിവസങ്ങൾക്കിടയിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളോ മാനസിക സമ്മർദ്ദങ്ങളോ ആദിത്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് അന്വേഷണ സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.